പുഷ്പത്തിന് ഞങ്ങൾ കൂടി ഉണ്ട് അല്ലേ? കർണപുടത്തിന്റെ പുടം പൊട്ടിപ്പോയി, കർണം മാത്രമേ ഇപ്പൊ ഉള്ളൂ. ആ ഒരു പവർ കൂടിയിട്ടേ ഹെഡ്സെറ്റിൽ കൂടെ തുളച്ച അമ്പും വില്ല എന്തൊക്കെയോ കയറിപ്പോയ പോലെ ഒരു പ്രതീതി ചെവിയിലേക്ക്. ഓക്കെ, അപ്പൊ നമ്മൾ എന്തെങ്കിലും പവർഫുൾ ആയിട്ടുള്ള ടീമാന്നുള്ള കാര്യം തെളിഞ്ഞു കഴിഞ്ഞല്ലോ. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ പറയാൻ പോകുന്ന നമ്മൾ ഈ ഒരു പാഠം ഒന്ന് ഒരു സ്കൂൾ ലൈബ്രറി എന്ന ഒരു ക്ലബ് ഓഫ് ഇനിഷ്യേറ്റീവിലേക്ക് നിങ്ങളില്ലാതെയും നമുക്ക് പറ്റില്ല എന്നുള്ളൊരു കാര്യം ആദ്യമേ തന്നെ പറഞ്ഞിട്ടാണ്. സോ എങ്ങനെയായിരുന്നു നിങ്ങൾ ഈ ഒരു JCI ട്രിച്ചൂർ ഈ ഒരു പദ്ധതിയിലേക്ക് എത്തുന്നത്? എങ്ങനെയാണ്? വളരെ യാദൃശ്ചികമായിട്ടാണ് FM-ല് ഈ എന്താ പറയാ പാഠം 1. ഈ യാദൃശ്ചികം എന്നുള്ള വാക്ക് നമ്മുടെ ലൈഫിൽ എപ്പോഴെങ്കിലും പറയാറുണ്ട് മുമ്പ്? പറഞ്ഞേ പറ്റുള്ളൂ. ഓക്കെ, വളരെ കേൾക്കുന്നത്. പക്ഷെ ആക്ച്വലി ഇങ്ങനത്തെ ഒരു പ്രൊജക്ട് നമ്മളുടെ മൈൻഡിൽ ഉണ്ടായിരുന്നതാണ്. പഴയ ബുക്സ്, നമ്മൾ പുതിയ ബുക്സ് അല്ല, നമ്മുടെ മെമ്പേഴ്സിന്റെ കയ്യിൽ നിന്ന് പഴയ ബുക്സ് കളക്ട് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ലൈബ്രറിയിലേക്ക് ഡൊണേറ്റ് ചെയ്യാന്നുള്ളത്. ഒരു സ്കൂളിലെ ഒരു പുതിയൊരു ലൈബ്രറി, നിങ്ങളുടെ പോലെ ഒരു പുതിയ ലൈബ്രറി സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതല്ല, ഒരു ഓൾറെഡി ഉള്ള ഒരു ലൈബ്രറിയിലേക്ക് ഡൊണേറ്റ് ചെയ്യാം എന്നുള്ളൊരു കോൺസെപ്റ്റ്. അതിന്റെ ഇടയിലാണ് ഇങ്ങനെ ഒരു സംഭവം നമ്മൾ FM-ല് കേൾക്കുന്നത്. പിന്നെ പിടിച്ചില്ലേ, പിന്നെ ഞാൻ ഇവരെ ഒക്കെ രാവിലെ തന്നെ വിളിച്ച് സെറ്റ് ചെയ്തല്ലേ, ചറ വിളിച്ചത് സെറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഒരു സ്പാർക്ക് കിട്ടി കഴിഞ്ഞാൽ പുള്ളി ഊതി കത്തിച്ചോളൂ അതല്ലേ? തീർച്ചയായിട്ടും അതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ വിജയം എന്ന് പറയാം. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്നലെ ഈ ഒരു കാര്യമായി മുന്നോട്ട് പോകുന്ന വിവരം ഇതുവരെ ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് രാവിലെ നേരം വെളുത്തപ്പോഴാണ് ഇതുമായി ആ മുന്നോട്ട് പോകുന്ന കാര്യം രാവിലെ ഒരു 7 മണിക്ക് ശേഷം എന്നെ വിളിച്ച് അറിയിച്ചു. തുടർന്ന് തന്നെ ഞാൻ പറഞ്ഞു, ഒറ്റയ്ക്ക് പോകരുത്, ഞങ്ങൾ കുറച്ചധികം പേര് വരും, ഞങ്ങളുടെ യങ് എനർജി മൊത്തം ഇതിലേക്ക് കാണിച്ചു കൊടുക്കണമെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്തായാലും വലിയൊരു കാര്യത്തിനാണ് നമ്മളെ കൊണ്ട് ആവുന്ന രീതിയിൽ നമ്മൾ ഇതിൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴത്തെ ആ ഒരു സ്റ്റുഡൻസിന് സ്കൂളിലെ എല്ലാ സ്കൂളുകളിലും ലൈബ്രറി ഒരു പക്ഷേ ഉണ്ടായിരിക്കില്ല. സോ അങ്ങനെ ഇല്ലാത്ത ഒരു സ്കൂളിലേക്ക്, ഒരു ലൈബ്രറിയിലേക്കുള്ള നമ്മുടെ ഒരു പങ്കാളിത്തം അല്ലെങ്കിൽ നമ്മുടെ ഒരു പങ്ക് എന്നുള്ള രീതിയിലാണ് വെച്ചിരിക്കുന്നത്. എന്താ തോന്നണേ ഇപ്പോഴത്തെ നമ്മൾ ചെയ്യുന്ന ഈ ഒരു കാര്യത്തെ പറ്റിയിട്ട്? ഇന്ന് ഈ മൊബൈൽ കാലഘട്ടത്തില് കുട്ടികളെല്ലാവരും തന്നെ പ്രത്യേകിച്ച് നമുക്കറിയാം മയക്കുമരുന്നിന്റെയും മൊബൈൽ അഡിക്ഷനിലൊക്കെ മൊബൈൽ അഡിക്ഷനാണ് ഇന്ന് കുട്ടികളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്ത വലിയ അഡിക്ഷനായി കാണുന്നത്. ആ കാലഘട്ടത്തിൽ ബുക്സ് നമ്മുടെ കുട്ടിക്കാലത്തെ ആ രീതിയിലുള്ള ബുക്സുകളിലേക്ക് കുട്ടികളെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പൊ തന്നെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഈ മൊബൈൽ അഡിക്ഷൻ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് തോന്നുന്നത്. അപ്പൊ നമുക്ക് JCI ട്രിച്ചൂർ എന്ന ഒരു ചെറിയ സംഘടനയ്ക്ക്, ചെറുതല്ല, ഇന്റർനാഷണൽ അസോസിയേഷൻ ആണ്, ഇത് ഓർഗനൈസേഷൻ ആണ്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യാന്നുള്ള പാർട്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട പോലെ, ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട വിധത്തിൽ ചെയ്യേണ്ടവരുടെ ഒപ്പം ചെയ്യാന്നുള്ളതല്ലേ? ഓക്കെ, ഒരു 5-8 ചെയ്യലാണ് നമ്മള്. ഓക്കെ, അങ്ങനെ ചെയ്യാൻ മനസ്സ് ഉറപ്പിച്ചു നിൽക്കുന്ന ഈ ഒരു JCI ട്രിച്ചൂറിനോടൊപ്പമാണ് നമ്മളുള്ളത്. അപ്പൊ എന്തെങ്കിലും പാഠം 1 ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ള തന്നെയാണ് ഇതിൽ നിന്നും നമുക്ക് വേണ്ടി പഠിപ്പിച്ചു തരുന്നത്. നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. എന്നവരെ നമുക്ക് ഒരുമിച്ച് ചെയ്യാം അല്ലെ? കേട്ടുകൊണ്ടിരിക്കുന്നത് കേരളാസ് നമ്പർ 1 FM സ്റ്റേഷൻ ക്ലബ് FM 104.8 ആണ്. JCI ട്രിച്ചൂറിനോടൊപ്പം ഞാൻ RJ വിനീത്. ഇവിടെ മാത്രം പാട്ട് പഠിച്ചിട്ടുണ്ട് എല്ലാവരും.